ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽക അൽ-അംതാലു നദ്രിബുഹാ ലിൻ-നാസി ലഅല്ലഹും യതഫക്കറൂൻ വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശഹാദ വർ-റഹ്മാനുർ റഹീം വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഈ ആയത്തുകളെ സൂറത്തുകളെ ഇതായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ അതേപോലെ തന്നെ സ്വാഫാത്ത് സൂറത്ത് ഏത് ശൈത്താനെയും തടസ്സപ്പെടുത്തുന്നതാണ്. ഒരു പിശാജ് ഉണ്ടെങ്കിൽ അത് ഓതിയാൽ ഭസ്മമായി പോകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ല? ഏത് പിശാജ് ഭസ്മമായി പോകും? ഏത്? ബഹുമാനപ്പെട്ട സ്വാഫാത്ത് സൂറത്തില് ആദ്യത്തെ മനസ്സിന്റെ കൂടെ അല്ലേ? സാഫാത്ത് സൂറത്തിലെ ആദ്യത്തെ 10 ആയത്ത് ഓതിയാല് ശൈത്താൻ പോലും ഭസ്മമായി പോകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ചില കാലഘട്ടങ്ങളിൽ ഉപരിപ്ലവമായ കാര്യത്തിന്റെ പിന്നാലെ മനുഷ്യൻ അങ്ങനെ ഓടും. എന്നാൽ അടിസ്ഥാന കാര്യത്തിൽ മനുഷ്യനോട് ചിന്തിക്കുകയുമില്ല. നമ്മുടെ പഴയ കാലത്തെ സ്വാലിഹ്യങ്ങളുടെ അവസ്ഥ എന്തെന്നാൽ അവര് 2 കാര്യത്തിനാണ് പ്രമുഖമായ പ്രാധാന്യം നൽകിയത്. 1 ഫിഖഹിന്, 2 തസ്കിയത്തിന്. ശ്രദ്ധിക്കണേ, തഹ്ഫീളിന് അത്ര വലിയൊരു പ്രാധാന്യം മുൻഗാമികൾ നൽകിയതായി കാണുന്നില്ല. എന്നാൽ ഹാഫിളുകൾ ഇല്ല എന്നല്ല, എല്ലാവരും ഹാഫിളാവുക എന്ന കാര്യത്തിനൊന്നും ഒരു പ്രാധാന്യം മുൻഗാമികൾ കൽപ്പിച്ചിട്ടില്ല. 1. പോയിന്റ് നമ്പർ 2, എല്ലാവരും ഹാഫിളാവുക എന്നത് അത്ര വലിയ ഒരു ആവശ്യമുള്ള കാര്യവുമല്ല. ഹാഫിളുകൾ സമൂഹത്തിൽ ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാനായ സിദ്ദീഖുൽ അക്ബർ പോലും ഹാഫിൾ അല്ല. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. മനസ്സിലാവണ്ട പറഞ്ഞത്? വളരെ ശ്രദ്ധിക്കണം. എന്നാ നല്ല കാര്യല്ലേ? ആണ്. നല്ല കാര്യമല്ലേ? ആണ്. പക്ഷെ പരക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണോ? അല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇവിടെ സത്യദീൻ എത്തിയിട്ടുണ്ട്. പ്രഗൽഭനായ ബദറിൽ പങ്കെടുത്ത സ്വഹാബി തമീമുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു കോഴിക്കോട്ട് നിന്ന് 29 കിലോമീറ്റർ വടക്കോട്ട് വന്നാൽ അവിടെ പാറപ്പള്ളിയിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം മിമ്മൻ ഷഹിദ ബദറൻ മഅൻ നബിയിൽ മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് കൂടെ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് തമീമുൽ അൻസ്വാരി. നിങ്ങൾ എന്റെ കൂടെ അല്ലേ? മനസ്സിലാവണല്ലേ നിങ്ങൾക്ക്? അതായത് ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ വരെ പിൽക്കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എന്ന് ബദറിൽ പറയുന്നതിൽ ഒരു തമീമുദ്ദാരിയാണ്. കോഴിക്കോട്ട് കിടക്കുന്നത് പ്രധാന പക്ഷം അനുസരിച്ച് തമീമുദ്ദാരിയാണ്. ഉസ്താദ്മാർക്കൊക്കെ അറിയാം, സ്വഹീഹുൽ ബുഖാരിയിൽ ജസ്സാസിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന തമീമുൽ അൻസ്വാരി. ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി ജസ്സാസിന്റെ ഹദീസ് കൊണ്ടുവരുന്നുണ്ടല്ലോ, അത് തമീമുൽ അൻസ്വാരിയിൽ നിന്നാണ് റിപ്പോർട്ട്. ഇമാം ബുഖാരി തങ്ങൾ തമീമുൽ അൻസ്വാരി വഴിയുള്ള റിപ്പോർട്ടാണ് ബുഖാരി കൊടുക്കുന്നത്. ആ തമീമുൽ അൻസ്വാരിയാണ് ഇവിടെ കിടക്കുന്നത്. മനസ്സിലായില്ലേ? എവിടെ കിടക്കുന്നത്? കോഴിക്കോട്ട് കിടക്കുന്നത്. അതായത് അടിസ്ഥാന ദീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒറിജിനൽ ദീൻ, അത് സംശയമില്ല. പോയിന്റ് നമ്പർ 2, പ്രധാനപ്പെട്ട ഒരു പക്ഷവും വ്യാഖ്യാനവും ചരിത്രവും അനുസരിച്ച് നിങ്ങളുടെ കണ്ണൂര് ഒരു കേളി കേട്ട നാടാണ്. ഇവിടെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പള്ളി നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രത്തിലെ പ്രമുഖമായ ഒരു ഭാഗം. ബുനിയ സനത 50 ഹിജ്റ 5, അതായത് നിങ്ങളെ തൊട്ടടുത്ത മഹൽ എന്ന് പറയാം അല്ലെ? എവിടെ? മാടായി പഴയങ്ങാടി, മാടായി പള്ളി. മനസ്സിലായോ? ഈ ചരിത്ര പക്ഷം അനുസരിച്ച് ബുനിയ സനത 50 ഹിജ്റ 5 എന്ന പക്ഷം അനുസരിച്ച് അത് പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ 58ാമത്തെ വയസ്സിൽ പണി കഴിച്ച പള്ളിയാണ്. അപ്പോൾ വഹി ഇറങ്ങുന്ന കാലത്ത് ഇവിടെ പള്ളിയുണ്ട്.
ഒരു അഭിമാനകരമായ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഅബാലയത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ബാങ്കുലി മുഴങ്ങുന്നത് ഹിജ്റ 8-ലാണ്. കേരളത്തിൽ പള്ളിയും ബാങ്കും മുഴങ്ങുന്നത് ഹിജ്റ 5-ലാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറ, അൽഹംദുലില്ലാഹ് എന്ന് പറ. മനസ്സിലായില്ലേ? അതായത് കഅബാലയം ശുദ്ധീകരിച്ച് ബാങ്കുലി മുഴക്കുന്നത്, ആ ബാങ്കുലി മുഴങ്ങിയ നേരത്താണല്ലോ ബിലാലിനെ ചിലർ ആക്ഷേപിച്ചത്. ബാക്കിൽ മാറി നിന്ന് കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആരോ ബാക്കിൽ നിന്ന് മത്താഫിൽ നിന്ന് പറഞ്ഞു പോയി, എന്ത്? ഇബ്നു സൗദാഇ യുഅദ്ദിനു അലൽ ബൈത്തി, കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ ഈ കറുത്ത പെണ്ണിന്റെ മകളെ തന്നെ കിട്ടിയുള്ളോ എന്ന് ആരോ പറഞ്ഞു അത്രേ. അപ്പോഴാണ് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഈ ആയത്ത് ഹുജറാത്ത് അധ്യായത്തിന്റെ 13-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഇറങ്ങുന്നത് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിൽ കയറുമ്പോൾ ഈ ബാങ്ക് കൊടുക്കുമ്പോഴാണെന്ന് അസ്ബാബുൻ നുസൂലിൽ, ബഹുമാനപ്പെട്ട അസ്ബാബുൻ നുസൂലിൽ എല്ലാ മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഹിജ്റ 8-ലാണ് എങ്കിൽ കണ്ണൂര് മാടായിൽ ബാങ്കുലി മുഴങ്ങുന്നത് ഹിജ്റ 5-ലാണ്. അൽഹംദുലില്ലാഹ്, നമുക്കതിൽ അഭിമാനിക്കാം. അപ്പോൾ ഇവിടെ അടിസ്ഥാന കാലത്ത് തന്നെ ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല കാലം എന്റെ കാലമാണെന്ന് മുഹമ്മദ് മുസ്തഫ, ആ കാലത്ത് തന്നെ ഇവിടെ ദീന് വന്നിട്ടുണ്ടെന്നും അടിസ്ഥാന ദീൻ ലഭിച്ചിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇത് അമേരിക്കക്കാർക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അമേരിക്കയിൽ ദീനുണ്ട്, പക്ഷേ അമേരിക്ക തന്നെ ഉണ്ടായത്, ഇന്നത്തെ പരിഷ്കൃതമായ ഒരു ചരിത്രം അമേരിക്കക്ക് ഉണ്ടാവുന്നത് സ്കോട്ട്ലൻഡിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമെല്ലാം മാറി താമസിച്ച ചില ആളുകൾ ക്രിസ്റ്റഫർ കൊളംബസിന് ശേഷമാണ് സത്യത്തിൽ ഇന്നത്തെ പരിഷ്കൃത അങ്ങനെ പറയാമെങ്കിൽ അമേരിക്ക ഉണ്ടായിട്ടുള്ളത്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അടിസ്ഥാന ദീനും, ശ്രദ്ധിക്കണേ, അതെങ്ങനെ പഠിക്കണമെന്നും അതിൽ എന്തു പഠിക്കണമെന്നും പഠിച്ച നാടാണ്. അടിസ്ഥാന ദീൻ എങ്ങനെ പഠിക്കണമെന്നും എന്തു പഠിക്കണമെന്നും പഠിക്കുക. എല്ലാ പഠിപ്പുമല്ല പഠിപ്പ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ, ഉറക്കെ പറ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലേ ഇതൊക്കെ പറയൂ. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? മനസ്സിലാവണില്ലേ? ഞാൻ നീട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ നടന്ന് അവസാനിപ്പിക്കും. നീട്ടിയൊന്നും പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടാക്കൂല. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അരികിൽ വന്ന ഒരു ഹദീസ് ഉണ്ട്. എന്തിനാണ് വന്നത്? അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, ദീൻ കാര്യത്തിൽ എന്തു പഠിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി സയ്യിദുനാ ജിബ്രീൽ വന്നു. ഉറക്കപ്പറ സയ്യിദുനാ ജിബ്രീൽ, നിങ്ങളൊന്ന് ഉറക്കപ്പറ സയ്യിദുനാ ജിബ്രീൽ. ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കേ, ഇതിൽ പാഠല്ലേ? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയുടെ അരികിൽ വന്നിട്ട് ആദ്യം ഇറങ്ങിയ ആയത്തേതാ, രണ്ടാമത് ഇറങ്ങിയ ആയത്തേതാ, 30ാമത് ഇറങ്ങിയ ആയത്തേതാന്നല്ല ചോദിക്കണത്. ആണോ? പാറ മനുഷ്യന്മാരാണോ? അല്ല. അങ്ങനെ തന്നെയല്ലേ ഉസ്താദെ? എന്താ ചോദിച്ചത്? മൽ ഇസ്ലാം, അത് പറഞ്ഞു കൊടുത്തു. വമൽ ഈമാൻ, അത് പറഞ്ഞു കൊടുത്തു. വമൽ ഇഹ്സാൻ, അത് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം. അപ്പോൾ അറിയൽ അനിവാര്യമായ വിജ്ഞാനം ഈ 3 കാര്യമാണ്. മൽ ഇസ്ലാം, വമൽ ഈമാൻ, വമൽ ഇഹ്സാൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇതുവരെ ഇറങ്ങിയ ആയത്തൊന്നോട് എന്നല്ല പറഞ്ഞത്. 1-ാം ദിവസം ഇറങ്ങിയ 5 ആയത്തൊന്നോട് എന്നല്ല പറഞ്ഞത്. നിങ്ങൾ നല്ലോണം തല കൊടുത്ത് ചിന്തിക്കണം. ഇത് പുലിമടയിൽ കയറിയിട്ട് പുലിയെ വെടിവെക്കുകയാണ്. എന്തുകൊണ്ടെന്നാല് ഇതൊക്കെ വലിയ സംഗതിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങളോട് നേരെ എതിര് പറയാനാണ് ഈ രാത്രി ഞാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത് ശരിക്ക് തലയെ കയറ്റി പോകണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇതൊരു അനിവാര്യമായ, എനിക്ക് അള്ളാഹു തന്ന തൗഫീഖായിരിക്കാം. ഇതിനൊക്കെ ഗുണമില്ലേ? തീർച്ചയായും ഗുണമുണ്ട്. ഇവിടെ ഇതിന്മേലാണ് നമ്മളെ മുൻഗാമികൾ. അതായത് മൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ മസായിലുൽ ഫിഖഹിയ്യ. മനസ്സിലായില്ല? മൽ ഇസ്ലാം എന്നാൽ അൽ മസായിലുൽ ഫിഖഹിയ്യ. വമൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ മസായിലു തതഅല്ലഖു ബിൽ ഈമാനി വബിൽ അഖീദ. മനസ്സിലായില്ല? ഒന്ന് കർമ്മശാസ്ത്രം, ഒന്ന് വിശ്വാസശാസ്ത്രം. പിന്നെ വമൽ ഇഹ്സാൻ,
എങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹു അംഗീകരിക്കുന്ന രൂപത്തിൽ അമല് ചെയ്യാൻ കഴിയും എന്ന് മൂന്നാമത്തെ കാര്യം. അതിന് തസ്കിയത്ത് എന്ന് പറയും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഒന്നും കൂടെ നോക്കി മനുഷ്യന്മാരെ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ശ്രദ്ധിക്കണേ വന്ന് ചോദിക്കുന്നത്. അതിനാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സയ്യിദുനാ ജിബ്രീൽ 3 കാര്യം ചോദിച്ച് തിരിച്ചു പോവാം. തിരിച്ചു പോകുമ്പോൾ സയ്യിദുനാ ജിബ്രീൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നത് ദാക ജിബ്രീൽ അതാകും യുഅല്ലിമകും ദീനകും. അത് വന്നത് ജിബ്രീലാണ്, സയ്യിദുനാ ജിബ്രീൽ. എന്തിനാ വന്നതെന്ന് വെച്ചാൽ എന്താണ് ദീൻ കാര്യം, അതിൽ എന്താണ് പഠിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി സയ്യിദുനാ ജിബ്രീൽ വന്നു. എന്താണ് ദീൻ, അതിൽ അനിവാര്യമായി അറിയേണ്ട കാര്യം എന്ത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇനിയുള്ള പ്രശ്നം, ഇത് നമ്മളെ മുൻഗാമികൾ ഏകദേശം ഒരു 15 കൊല്ലം 20 കൊല്ലം വരെ കേരളത്തിൽ ഈ കാര്യത്തിലാണ് ബഹുമുഖമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ദർസിന്റെ അടിസ്ഥാനം ഈ 3 കാര്യമാണ്. എന്താണ് ഫിഖ്ഹ്, എന്താണ് അഖീദ, എന്താണ് തസ്കിയത്ത്. ഇത് 3 പഠിക്കലായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ സ്വാലിഹീങ്ങളായ മഹാന്മാരായ മുൻഗാമികൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എന്ത് നിങ്ങൾ മനസ്സിലാക്കിയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലല്ലോ ഞാൻ പറയേണ്ടത്. ഞാൻ പറയേണ്ടത് നേരാണ്, നേര് പറയാന്നുള്ളതാണ് ഉത്തരവാദിത്വം. അപ്പൊ ആ നിലക്കായിരുന്നു നമ്മളുടെ മുൻഗാമികള് നമ്മളെ 3 കാര്യത്തിൽ തളച്ചിട്ടു. ഒന്ന്, ഒരു അമലിന്റെ അർക്കാനുകൾ, അതിന്റെ വാജിബാത്ത്, അതിന്റെ സുന്നത്തുകൾ, അതിന്റെ ശുറൂത്തുകൾ, ആ അമല് ബാത്തിലാവുന്ന കാര്യങ്ങൾ, ഇതാണ് ഫിഖ്ഹ്. ഇതിലായിരുന്നു പ്രാമുഖ്യം നൽകിയത്. ഒരു കാലത്ത് അത്യാവശ്യം എന്നാലോ അതോടുകൂടെ ഒരാളെ അറിയേണ്ട സൂറത്തുകളെല്ലാം അത്യാവശ്യമായി മനപ്പാടാക്കും. അതായത് 30-ാം ജുസ് പഴയ ഓത്തുപള്ളിയിലും പിന്നീടാകട്ടെ നമ്മുടെ മദ്രസകളിലും 30-ാമത്തെ ജുസ് മനപ്പാടാക്കും. എന്തുകൊണ്ട്? 30-ാം ജുസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഗുണം എന്തെന്നാല്, ഒന്ന്, ചെറിയ ചെറിയ സൂറത്തുകളാണ്. ഖുർആനിൽ നിന്ന് ഇടക്ക് കട്ട് ചെയ്ത് ഓതുന്നതിനേക്കാൾ നിസ്കാരത്തിൽ നല്ലത് ഒരു സൂറത്ത് കാമിലത്തായി ഓടലാണ്. എന്റെ കൂടെ ഉണ്ടോ? മനസ്സിലായില്ലേ പറഞ്ഞത്? എവിടുന്നെങ്കിലും ഇടക്ക് കട്ട് ചെയ്ത് ഓതുന്നതിനേക്കാൾ നല്ലത് ഓരോ റക്അത്തിലും ഒരു കാമിലത്തായ സൂറത്തിൽ ഓടുക. അതിന് പറ്റിയ സൂറത്തുകളാണ് എവിടെയുള്ളത്? 30-ാം ജുസിൽ. അതുകൊണ്ട് പരക്കെ നമ്മുടെ ദർസിലായാലും പഴയ കാലത്തെ ഓത്തുപള്ളിയിലായാലും പിന്നീട് മദ്രസകളിലാണെങ്കിലും 30-ാം ജുസ് കാണാതെ പഠിക്കൽ, തജ്വീദോടുകൂടെ പഠിക്കലും കാണാതെ പഠിക്കലും ഉസ്താദ്മാർ നിർബന്ധമാക്കി. അത് നമ്മളെ പഴയ ആളുകൾക്ക് എമ്പാടും കിട്ടുകയും ചെയ്തിരുന്നു. അതിന്റെ പുറമെ സൂറത്തു യാസീൻ, മനസ്സിലായോ? ദിവസം ഓതുന്ന സൂറത്തു യാസീൻ. കാനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദുമു അലാ ഖിറാഅത്തി യാസീൻ സുബാഹൻ വ മസാഅൻ. രാവിലെയും വൈകുന്നേരവും യാസീൻ ഓതൽ മുത്തുനബിയുടെ പതിവാണ്. ഒരു സ്വലാത്ത് ഇല്ലാതെ എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാരെ നിങ്ങൾക്ക്. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്കോ കുഴപ്പമുണ്ടെന്നാ മനസ്സിലാവുന്നത്. സ്വലാത്ത് ചെല്ലാനൊന്നും പറയുമ്പോൾ പാടില്ല, ചെല്ലിപ്പോണം. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദായിമായി രാവിലെയും വൈകുന്നേരം യാസീൻ ഓതൽ മുത്തുനബിയുടെ പതിവായിരുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇത് ദായിമായി യാത്രയിലാണെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും എപ്പോഴും ഓടാൻ വേണ്ടിയിട്ട് അത് ആക്കിക്കും യാസീൻ. പിന്നെ സൂറത്തു തബാറക്ക മനപ്പാടം ഇല്ലാത്ത ഒരാൾ മദീനയിൽ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? ഫഇന്നഹാ സൂറത്തുൽ മുൻജിയ വസൂറത്തുൽ ശാഫിയ വസൂറത്തുൽ മുജാദില തുജാദിലു ലിൽ മലക്കൈനി മുൻകർ വനകീർ അലൈഹിമസ്സലാത്തു വസ്സലാം ഖബറിന്റെ ഉള്ളിൽ വന്നാല് അവര് ചോദ്യം ചോദിക്കുന്ന നേരത്ത് ഹാദാ സ്വാഹിബി, ഇതിന്റെ ആളാണ്, ഇയാളെ കുഴക്കരുത്, തബാറക്ക വന്ന് മറുപടി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തബാറക്ക ഏത് രാത്രിയിലും ഓതണം. അതുകൊണ്ട് തബാറക്ക കാണാൻ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? ഏതുപോലെ ഒന്ന് യാസീന്, തബാറക്ക, പിന്നെ അർ-റഹ്മാന്, പിന്നെ അൽ വാഖിഅ. മനസ്സിലാവണ്ട പറഞ്ഞത്? ഇതൊക്കെ കാണാതെ പഠിപ്പിക്കുന്ന ഒരു ശൈലിയും ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടി ഉയർന്ന ഉസ്താദുമാര് സൂറത്തുൽ കഹ്ഫ്, ഒരു വെള്ളിയാഴ്ച ഒരാൾ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അയാളിൽ ആ പ്രകാശം നിലനിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ.
അത് ഇനി യാത്രയിലാണ് എന്നാണെങ്കിലും അൽക്കേഫ് അങ്ങോട്ട് ഓടാൻ യാത്രയിലാണെങ്കിലും ഓടാം. അപ്പൊ അതും ചില ഉസ്താദ് 110 ആയത്തേ ഉള്ളൂ, അത് കാണാതെ പഠിപ്പിക്കും. പിന്നെ കാണാതെ പഠിപ്പിക്കുക അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത്. പിന്നെ വഇലാഹുക്കും ഇലാഹും വാഹിദുൻ, പറ ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം. പിന്നെ ആയത്തുൽ കുർസി ശേഷമുള്ള 2 ആയത്ത്. പിന്നെ ആമന റസൂലിന്റെ തൊട്ട് മുമ്പുള്ള ലില്ലാഹി മാഫി സമാവാതി വമാഫിൽ അർളി വഇൻ തുബ്ദു മാഫി അൻഫുസികും വതുഖൂഹു യുഹാസിബുകും ബിഹില്ലാ ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദിബു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. പിന്നെ ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന എന്ന് പറഞ്ഞ ആ 3 ആയത്ത്. പിന്നെ ഇന്നഫി ബഹുമാനപ്പെട്ട സൂറത്ത് ആലി ഇംറാനിലെ ലാസ്റ്റ് 11 ആയത്ത്. ഇന്നഫി ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി മുതലുള്ള യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസ്വാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങളുടെ കൂടെ അല്ലേ ഈ 11 ആയത്ത്. ഇത് തഹജ്ജുദ് നിസ്കാരം എണീറ്റ് കഴിഞ്ഞാൽ ആ 11 ആയത്ത് ചൊല്ലിയാൽ അയാളെ സകല ദോഷവും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അത് കാണാൻ പഠിപ്പിക്കും. പിന്നെ ചെയ്യുക അതേപോലെ തന്നെ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽഖിസ്തി ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അത് കാണാൻ പഠിപ്പിക്കും. അതേപോലെ തന്നെ ഹശ്ർ സൂറത്തിന്റെ അവസാനത്തെ ആയത്തുകൾ ഏതൊക്കെ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംതാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശ്ശഹാദ വർ-റഹ്മാനുർ റഹീം ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ-മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. ഈ ആയത്തുകളെ സൂറത്തുകളെ ഇതായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ അതേപോലെ തന്നെ സ്വാഫാത്ത് സൂറത്ത് ഏത് ശൈത്താനെയും തടസ്സപ്പെടുത്തുന്നതാണ്. വസ്വാഫാത്തി സഫൻ ഫസ്സാജിറാത്തി ഹജ്റൻ ഫത്താലിയാത്തി ദിക്റൻ ഇന്ന ഇലാഹുക്കും ലവാഹിദ്. ഒരു പിശാച് ഉണ്ടെങ്കിൽ അത് ഓതിയാൽ ഭസ്മമായി പോകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ല? ഏത് പിശാച് ഭസ്മമായി പോകും? ഏത്? ബഹുമാനപ്പെട്ട സ്വാഫാത്ത് സൂറത്തിലെ ആദ്യത്തെ മനസ്സിന്റെ കൂടെ അല്ലേ? സാഫാത്ത് സൂറത്തിൽ ആദ്യത്തെ 10 ആയത്ത് ഓതിയാല് ശൈത്താൻ പോലും ഭസ്മമായി പോകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ അതായത് അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട ആയത്തുകൾ. ഇത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ പഴയകാല ഉസ്താദുമാര് ഓത്തുപള്ളികളിൽ നിന്നും പിന്നീട് മദ്രസകളിൽ നിന്നും കാണാതെ പഠിപ്പിക്കുന്ന ശൈലി പരക്കെ ഉണ്ടായിരുന്നു. ഇതെന്തിനാണെന്നാൽ ഇതൊരു ഫസ്റ്റ് എയ്ഡാണ്, ലാസ്റ്റ് എയ്ഡുമാണ്. ഫസ്റ്റ് എയ്ഡും ലാസ്റ്റ് എയ്ഡും ഒക്കെ തന്നെയാണ്. എന്തുകൊണ്ട്? ഒരു അനിവാര്യമായ ഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനുമായി അയാൾക്ക് ഒരു പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാം. അതൊരു പരിചയമാണ്, അത് വലിയ ഖൈറുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ ബാക്കി എന്താ ചെയ്യാ? ബാക്കിയുള്ള സമയങ്ങളെല്ലാം ശ്രദ്ധിക്കൂ. അത്യാവശ്യം മസായിലുൽ ഫിഖ്ഹിയ, ഒരു അമൽ എങ്ങനെ ചെയ്യണം, എങ്ങനെ ആകാൻ പാടില്ല, ഇത് പഠിപ്പിക്കും. അഖീദയും പഠിപ്പിക്കും. പിന്നെ അള്ളാഹു സ്വീകരിക്കുന്ന ഇഹ്സാൻ, അമൽ ചെയ്തതുകൊണ്ട് അള്ളാഹു തആല സ്വീകരിക്കൂല. ചിലപ്പോൾ പിന്നീട് അത് നഷ്ടപ്പെട്ടു. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഇതിനാ തസ്കിയത്ത് എന്ന് പറയാം. ഈ 3 കാര്യങ്ങളിലുമായിരുന്നു പഴയ കാലത്ത് 14 നൂറ്റാണ്ട് കാലത്തെയും ഉലമാക്കൾ വളരെ ഗൗരവമായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് പോകൂല. എന്നാൽ ഇടയ്ക്കിടെ നാട്ടിലെ ഹാഫിളുകൾ ഉണ്ടാവും. ഇതേ ആവശ്യമുള്ളൂ. ഇടയ്ക്കിടെ ആലിമീങ്ങൾ നാട്ടിലെ ഹാഫിളുകളായി ഉണ്ടാവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കുക. ഖുർആൻ പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ്, ഈ ഉമ്മത്തിലെ ഏറ്റവും മഹാനായ സയ്യിദുനാ സിദ്ദീഖ് ഹാഫിദുൽ ഖുർആൻ അല്ല. ഹാഫിദുൽ ഖുർആൻ ആകൽ തെറ്റായിട്ടല്ല, പക്ഷേ അതൊരു അനിവാര്യമായി എന്നതിനപ്പുറമല്ല. എന്നാൽ അതിൽ വലിയ കൂലിയില്ല ഉണ്ട്, പക്ഷേ അത് സൂക്ഷിക്കാൻ കഴിയാം. ഉദാഹരണം പറയാം. ഇതേത് പഞ്ചായത്താ? മാടായി പഞ്ചായത്ത്. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് നല്ല കാര്യ. കാരണം സ്വർഗത്തിലേക്ക് പോകാൻ നല്ലൊരു പണിയാ. ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ സ്വർഗം കിട്ടും. അതിന് നല്ലൊരു പരിപാടിയാണല്ലോ. എന്ത്? ഒന്ന് പറ മനുഷ്യന്മാര്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ആ നാട്ടിൽ ഏറ്റവും ജനസേവനം ചെയ്യാവുന്ന ആളാണ് ആര്? പഞ്ചായത്ത് പ്രസിഡന്റ്. വലിയ കാര്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക.
നരകത്ത് പോകാനും അതിനെ മതിയാവും. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ സ്ഥലത്തുണ്ടാ? സ്വർഗത്തിൽ പോയതിനേക്കാൾ പഞ്ചായത്ത് പ്രസിഡന്റുമാര് നരകത്തിന്റെ വഴിയിലാണ്. ഞാൻ അത് പുറത്തു കൊടുക്കല്ലേ എനിക്കറിയില്ല. പക്ഷെ വഴിയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൂടുതലും സ്വർഗത്തിന്റെ വഴിയിലേക്കാൾ കൂടുതൽ നരകത്തിന്റെ വഴിയിലാണ്. 957 കേരളപ്പിറവിക്ക് ശേഷം ഇന്ന് വരെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഏകദേശം ആളുകളൊക്കെ നരകത്തിന്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് കണക്കൂട്ടുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും അങ്ങനെ ആയി എന്ന് പറയല്ല, ഞാൻ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എന്നാലും അവരെ വഴി അതിൽ 60% എങ്കിലും, 60 എന്ന് പറഞ്ഞത് ഞാൻ 90 എന്ന് പറയാൻ പൂതിയുള്ളതാണ്. പക്ഷേ ഇവിടുന്ന് നല്ല നിരക്കൊന്ന് പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ശതമാനം കൂട്ടുക. 60% പഞ്ചായത്ത് പ്രസിഡന്റുമാര് നരകത്തിന്റെ വഴിയിലാണ്. ഇനി അള്ള പുറത്തു കൊടുക്കുമല്ലോ എന്നുള്ള വേറെ കാര്യം. അത് അള്ളാഹു തആലക്ക് ഒരു നന്മയും ചെയ്യാത്തവന് പുറത്തു കൊടുക്കുക, അത് അവന് ഗഫൂർ റഹീമാണ്. പക്ഷെ വഴി പോക്കാം. ഇത്രയേറെ നന്മ ചെയ്യാൻ, ഇത്രയേറെ നന്നാവാനും സ്വർഗം കിട്ടാൻ പറ്റിയൊരു വഴിയില്ല. ഇത്രയേറെ നരകം കിട്ടാൻ പറ്റിയൊരു വഴിയില്ല. ഇത് വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം, നല്ല പോലെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഞാനിപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് എണീറ്റ് നിന്നാൽ ഇവിടെ ഇങ്ങനെ പരിസരത്തെ എങ്ങനെ കാണുള്ളൂ, അങ്ങാടിയിലേക്കൊന്നും കാണൂല. പക്ഷേ ഇത് കുറച്ച് ഉയർത്തി കെട്ടിയതുകൊണ്ട് എനിക്കിവിടെ എണീറ്റ് നിന്നാൽ ആ അങ്ങാടിയിലെ പീടികകളും കാണാം. എന്നാൽ ഒരാൾ ഇതുമ കയറിയാലോ അതിനേക്കാൾ കാണാം. ഒരാൾ മരത്തിന്റെ മേലെ കയറിയാലോ അതിനേക്കാൾ കാണാം. ഒരാൾ മരത്തിന്റെ അപ്പുറത്ത് ലാസ്റ്റ് കൊമ്പിൽ കയറിയാലോ ഏകദേശം കണ്ണൂർ അങ്ങാടി കാണാം. ഒരാള് ഒരു ഗോപുരം ഉണ്ടാക്കിയിട്ട് എന്താ പറയാ, കോലാലംപൂരിലെ ഒരു വലിയ ഒരു ടവറുണ്ട്, ആ ടവറിന്റെ മുകളിലേക്ക് എന്നെ ഒരിക്കലും ഒരു കണ്ണൂർക്കാരൻ കൊണ്ടുപോയിട്ടുണ്ട്. കോലാലംപൂരിൽ ഞാൻ ദീനി കാര്യത്തിന് വേണ്ടി പോയപ്പോൾ ഒരു കണ്ണൂർക്കാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അയാളിനോട് പറഞ്ഞു, ഇവിടുത്തെ വലിയ ടവർ, ഏഷ്യയിലെ പ്രധാനപ്പെട്ട ടവർ കോലാലംപൂരിലെ ടവർ, ആ ടവറിന്റെ മേലെ കയറാന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ടവറിന്റെ മേലെ കയറി നോക്കുമ്പോൾ ഏകദേശം കോലാലംപൂർ സിറ്റി മൊത്തം കാണാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എത്ര കയറുന്നതിനനുസരിച്ച് കാല് തെറ്റിയാൽ പരിക്ക് കൂടും. മനസ്സിലായില്ല? നിങ്ങൾ വീണാൽ ഇവിടെ ചെളിയാവുന്നേ ഉള്ളൂ, ഇവിടുന്ന് വീണാൽ കാലിന്റെ ഉളുക്ക് പോകും. 2 ആഴ്ച കെട്ടേണ്ടി വരും. ഇതിന്റെ മേലെന്ന് വീണാൽ 4 ആഴ്ച കെട്ടേണ്ടി വരും. മരത്തിന്റെ മേലെന്ന് വീണാൽ കെട്ടേണ്ടി വരില്ല, മുണ്ട് കെട്ടേണ്ടി വരും. എന്നാലും മയ്യത്ത് സ്കരിക്കാൻ കിട്ടും. ടവറിന്റെ മുകളിൽ നിന്ന് വീണാൽ പെറുക്കി കൂട്ടാൻ പോലും കിട്ടൂല. എത്ര പൊങ്ങിയോ അത്രയും പരിക്ക് കൂടും. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? നല്ലതല്ലേ? നല്ലതല്ലേ? എന്താ നല്ല അല്ലാത്ത? എന്താണോ നല്ലതല്ലാത്തത്? നല്ലത് 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 എന്ന് പറഞ്ഞ പിന്നാലെ കൂടുക. അതുകൊണ്ട് ഹാഫിളാകാൻ വേണ്ടി മക്കളെ അയക്കുന്ന ബാപ്പമാരും ഹാഫിളീങ്ങളും ഗൗരവമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സ്വർഗത്തിനേക്കാൾ എളുപ്പം നരകത്തിലേക്കായിരിക്കും എന്ന് ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നെ നോക്കിയാൽ മതി, ഞാനാണല്ലോ മാൻ ഓഫ് ദി പ്രോഗ്രാം. എന്നെയല്ലേ നോക്കേണ്ടത്? എന്നെ നോക്ക്, കുറച്ചു നേരം കൂടെ എന്നെ തന്നെ നോക്ക്. ഖുർആൻ മനപ്പാഠമാക്കൽ സുന്നത്താണ്, എന്നാൽ മനപ്പാഠമാക്കൽ മറക്കൽ ഹറാമാണ്. അള്ളാഹു കാക്കട്ടെ. എന്താ പറഞ്ഞത്? ഖുർആൻ മനപ്പാഠമാക്കൽ സുന്നത്താണ്. ഖുർആനിൽ മനപ്പാഠമാക്കൽ വാജിബായ ആകെ ഒരു സൂറത്ത് ഫാത്തിഹയാണ്. ബാക്കി ഒരു സൂറത്ത് മനപ്പാഠമാക്കൽ നിർബന്ധമില്ല. പക്ഷെ മനപ്പാഠമാക്കൽ സുന്നത്താണ്, എന്നാൽ മറക്കൽ ഹറാമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു ഹാഫിള് ഖുർആൻ മനപ്പാഠമാക്കി കഴിഞ്ഞാലുള്ള പ്രയാസം വളരെ, ഉത്തരവാദിത്തം വളരെ വലുതാണ്. മനസ്സിലായില്ല? ഒരു നിലക്കത് നരകത്തിൽ കിടക്കും പോലെയാണ്. നരകത്തിൽ ഏറ്റവും സുഖമുള്ള ദിവസം ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം ഒന്നാമത്തെ ശിക്ഷയുണ്ടാവും, കുറച്ച് കൂടുതലുണ്ടാവും. മൂന്നാമത്തെ ദിവസം ഒന്നാമത്തെ ശിക്ഷയുണ്ടാവും, രണ്ടാമത്തെ ദിവസത്തെ ശിക്ഷ ഉണ്ടാവും, മൂന്നാം ദിവസത്തെ കുറച്ച് കൂടുതലുണ്ടാവും. ഒരാൾ നരകത്തിൽ കിടന്നിട്ട് 100ാമത്തെ ദിവസം അല്ലെങ്കിൽ 100 കൊല്ലമായി കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കുത്രേ, ഞാൻ ഇവിടെ നരകത്തിൽ കയറിയ ദിവസം സ്വർഗ്ഗമായിരുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് ഖുർആൻ മനപ്പാഠമാക്കുക. നല്ല കാര്യമാണ്, പക്ഷെ ഭയങ്കര മസ്ഊലിയത്താണ്. മറന്നു പോകാൻ പാടില്ല, ഏതുവരെ? മരിക്കണവരെ.
അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്. ഒരു ഹാഫിള് ഒരു ദിവസം 3 ജുസ് എങ്കിലും ഓതിയാൽ പോലും ഒരു മാസത്തിൽ അയാൾ ഒരായത്തിലൂടെ 3 വട്ടമേ പോകൂ. തിരിഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടില്ല. ഒരു ഹാഫിള്, മനസ്സിലാവണ്ട പറഞ്ഞത്, ഒരു ഹാഫിള് ഒരു ദിവസം 3 ജുസ് എങ്കിലും ഓതിയാൽ പോലും, ഒരു ഹാഫിള് ഒരു ദിവസം 3 ജുസ് എങ്കിലും ഓതിയാൽ പോലും ഒരു മാസത്തിൽ അയാൾ ഒരായത്തിലൂടെ കടന്നു പോവാ 10 വട്ടല്ല. നിന്റെ കൂടെ വരി, മനസ്സിലായില്ല മനുഷ്യന്മാരെ? ഒരു ദിവസം 3 ജുസ് ഓതിയാൽ എത്ര ദിവസം കൂടെ ഖത്താവും? അമേരിക്കയിൽ പോയി പഠിക്കണം 10 ദിവസം. ഇപ്പൊ 10 ദിവസം കൊണ്ട് ഒരു ഖത്തം, 20 ദിവസം 2, 30 ദിവസം 3. മനസ്സിലായി പറഞ്ഞത്? അഥവാ 3 ഖത്തമാണ് ഒരു ദിവസം 3 ജുസ് ഓതിയാൽ. ഒരു ദിവസം 3 ജുസ് ഓതിയാൽ ഒരു ഹാഫിള് എന്ന് മരണം വരെ പഠിക്കണ കാലത്തല്ല, കൽ ഇബ്ലിൽ മുഅല്ലഖ, കെട്ടിയിട്ട ഒട്ടകം പോലെയാണ് ഖുർആൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അതായത് ഹൃദയത്തിൽ നിൽക്കുന്നതിനേക്കാൾ വേഗതയിൽ ഹൃദയത്തിൽ നിന്ന് പാഞ്ഞു. 25 കൊല്ലം മുമ്പ് പഠിച്ച ഒരു പാട്ട് ഇപ്പോൾ ഒരാൾ മൂളുന്നത് കേട്ടാൽ നിങ്ങൾക്ക് പാടാൻ കഴിയും. പക്ഷേ 25 ദിവസം മുമ്പ് പഠിച്ച ഒരായത്ത് പിന്നെ ഓതിയിട്ടില്ലെങ്കിൽ ഓടാൻ കഴിയില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ആവോ? മനസ്സിലായ പറഞ്ഞത്? വളരെ അനിവാര്യം. തോന്നിയതിന്റെ പിന്നാലെ ജനങ്ങളെ ഓടരുത്. തോന്നിയതിന്റെ പിന്നാലെ ഓടിയാൽ ഇത് മതിയാവും സമുദായം നശിക്കാൻ. നിങ്ങൾ ഹാഫിളിന്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ഒരു ദിവസം 3 ജുസ് എങ്കിലും ഓതിയാൽ പോലും ഒരു ആയത്തിലൂടെ ഹാഫിൾ ഒരു മാസത്തിൽ കടന്നു പോവാ 3 വട്ടം. ഒരു ദിവസം 3 ജുസ്, അത് 6 ജുസ് ആക്കിയാൽ ഒരായത്തിലൂടെ അയാൾ ഒരു മാസത്തിൽ. നിങ്ങൾ എന്റെ കൂടെ വരി. ഒരു മനസ്സിലായില്ല, 6 വട്ടം പോകും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ദിവസം 6 ജുസ് ഓതിയാൽ എങ്കിൽ ഒരായത്തിലൂടെ എത്ര വട്ടം കടന്നു പോകും? 6 വട്ടം. 5 ജുസ് ഓതിയാൽ ആയിക്കോട്ടെ 5 പിടിക്കാം. 3 എന്ന് പറഞ്ഞാല് വളരെ കഴിവുള്ള ആളുകൾക്ക് 3 വട്ടത്തിലൂടെ ഹൈഫ്ള് നിലനിർത്താൻ കഴിയുള്ളൂ. അത്ര ഹൈഫ്ളിന് കരുത്തുവാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല, ഇത് പെട്ടെന്ന് മറന്നു. ഒട്ടകം പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഭയങ്കര പ്രശ്നമാണ്. അപ്പോഴുള്ള പ്രശ്നം എന്താണെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്തെന്നാല്, ഇതിന് രണ്ടാമത്തെ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ദൈനംദിനമായ പല സുഖങ്ങളും അയാൾ മാറ്റിവെക്കേണ്ടി വരും. നമ്മുടെ കുറച്ച് ആളുകൾ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരെ കാണാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മളെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 വർഷം മുമ്പ്, ശ്രദ്ധിക്കണം കേട്ടാ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മളെ ഒരു സംഘം ആളുകൾ പോയി. അന്ന് അദ്ദേഹം സമസ്തയുടെ സെക്രട്ടറി മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്ത് നൽകട്ടെ. അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഇരുത്തം ചെന്ന പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഹിഫ്ളുൽ ഖുർആൻ കമ്മിറ്റിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യം, നിങ്ങളുടെ കോളേജിൽ പത്രം വരുത്താറുണ്ടോ? ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പത്രം വരുത്തരുത്, പത്രം കൊടുക്കരുത്. മനസ്സിലായില്ല? അതായത് കുട്ടികളെ ശ്രദ്ധ തെറ്റിപ്പോയാൽ ആഴത്തിൽ ഖുർആൻ കേറാൻ അവർക്ക് കഴിയില്ല. പഠിച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ പത്രം നോക്കിൽ തെറ്റാന്നൊന്നല്ല പറഞ്ഞതിനർത്ഥം. പഠിക്കുന്ന കാലത്ത് അത്രയേറെ ശ്രദ്ധിക്കണം. പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിലനിർത്താനും ശ്രദ്ധിക്കണം. വളരെ പ്രയാസമാണ്. അതിനൊക്കെ തയ്യാറുള്ള ആളുകൾ മാത്രമാണ് ഹിഫ്ള് പഠിക്കേണ്ടത്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മകൻ ഹാഫിളാണ് എന്ന് പറയാൻ വളരെ സുഖകരമായ കാര്യമാണ്. ആരാണ്? എന്റെ മകൻ ഹാഫിളാണ്. പിന്നെ എന്നെ പോലത്തെ പ്രഭാഷകന്മാർ എന്തു ചെയ്യും. ഈ അടുത്ത കാലഘട്ടത്തിൽ പ്രഭാഷകരിൽ വന്നിട്ടുള്ള ഒരു സുഖകരമല്ലാത്തൊരു പ്രവണതയും ഇങ്ങനെയുണ്ട്. എന്താണത്? ഒരാൾ സദസ്സിൽ വന്ന് ദ്വാർപ്പിച്ചാൽ എന്നെ പോലത്തെ പ്രഭാഷകന്മാര് പറയും, നിങ്ങളെ മകൻ ഹാഫിളാകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന്. അൽഹംദുലില്ലാ, അപ്പൊ അതൊരു വലിയ കാര്യമാണെന്ന് വിചാരിക്കും. ഇതിലൂടെ 2 പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒന്ന്, ഹാഫിളാവുക എന്നത് കേവലം തത്തമ്മേ പൂച്ച എന്നത് മാത്രമാണ്. അതിനപ്പുറം ഒരു വിവരം അതിലില്ല. ഇനി വിവരം വേറെ ഉണ്ടാക്കണം. എന്നാൽ ഖുർആൻ ഹാഫിളായി കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ ഒരാളാണെന്ന് ബഹുമാനിക്കും. അങ്ങനെ വന്നാൽ അതിനപ്പുറത്തേക്ക് കുട്ടി പഠിക്കൂല.
അടിസ്ഥാനപരമായി കുട്ടി ജാഹിലായിരിക്കും. വല്ലല്ലോ പേക്കും പേപ്പിക്കും. നിങ്ങൾ എന്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല? അല്ലപോലെ എന്റെ കൂടെ ഉണ്ടാകണം. ഇത് വലിയ പ്രശ്നമുള്ള വിഷയമാണ്. അല്ലപോലെ ഇങ്ങോട്ട് നോക്ക്. കുറച്ചു നേരം എന്നെ ക്ഷമിച്ചേ മതിയാവും. എല്ലാം മനസ്സിലാക്കണം. ഞാനിത് നിങ്ങളോട് പറയുന്നത് ഇനി മുതലേ നിങ്ങളെ ഹാഫിള കുട്ടികളെ ആക്കി പോയി ഖേദിക്കാനല്ല, മസ്ഊലിയത്ത് വളരെ ഗൗരവമാണെന്ന് മനസ്സിലാക്കാനാണ്. ഓരോന്നിനും മസ്ഊലിയത്ത് ഉണ്ടല്ലോ. ഉദാഹരണം, ഇത് വെള്ളക്കുപ്പായാണ്. ഇത് വെള്ളക്കുപ്പായാണ്. ഇട്ടാൽ ചന്തം, കാണാൻ ചന്തം, സുന്നത്ത്. 1, 2. നിങ്ങളെ കുപ്പായം കറുത്തുപ്പായാണ്. 2. നിങ്ങൾക്ക് ആ 3-ാമത്തെ ആൾക്ക് നീലക്കുപ്പായാണ്. 4-ാമത്തെ ആൾക്ക് ഇത് നല്ല വെള്ളക്കുപ്പായ, നീളം കുപ്പായമാണ്. അപ്പൊ കണ്ടാൽ ചോക്ക്. മക്കത്തെ ഇമാമാകാൻ മാത്രം കുപ്പായം തന്നു. മക്കത്ത് ഇമാമാകാൻ ഇനി പുതിയ കുപ്പായം അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെയല്ലേ? ഒന്ന് പറ ഇഷ്ട. ഈ കുപ്പായം കള്ളി, അയാളെക്കാൾ ഉത്തരവാദിത്തമുണ്ട് എനിക്ക്. ഇന്റെ അത്ര അയാൾക്ക് പ്രശ്നമില്ല. ലേശം കറി ആയാലും അതാ കുപ്പായത്തിന്റെ അതിന്റെ കള്ളിയിൽ മുങ്ങിപ്പോവും. 3-ാമത്തെ കറുത്ത കുപ്പായിട്ട് ഇരിക്കുന്ന ആൾക്ക് ഒരു പ്രശ്നമില്ല. ചെളി ആയാൽ അത്രയും അൽഹംദുലില്ലാ. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്നാ സുന്നത്ത് ഇതാണ്, ചുരുക്കു ഇതാണ്, ഭംഗി ഇതാണ്, സ്വീകാര്യത ഇതാണ്. പക്ഷെ ഭയങ്കര പ്രശ്നമാണ്, ഇരിക്കാൻ പറ്റൂല. ഒരു ഹോട്ടലിൽ നമ്മൾ പോയി, അങ്ങനെ തന്നെയല്ലേ ഉസ്താദെ, ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് ഇരിക്കണം. ഈ വെള്ളക്കുപ്പായിട്ടൊരു ഒരു പ്രശ്നമുണ്ട്. എത്ര ശ്രദ്ധിച്ചാലും കറി കഴിക്കുമ്പോൾ ഒരു തുള്ളി തെറിക്കും. പിന്നെ നമ്മൾ വന്ന് ഖുർആൻ ക്ലാസ് പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ആളുകൾ അവിടെ ഒന്നും വൈകുന്നേരമായിട്ട് മഗ്‌രിബായിട്ട് ഒരു ഭക്ഷണം കഴിക്കാതെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് അതിന് ഇങ്ങനെ ഇയാൾ വന്നിട്ട് ഈ വയറ് കേൾക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കോമിന്റെ മുന്നിൽ ഒരു 2-3 തുള്ളി കറിയുടെ തുള്ളിയൊക്കെ ആയിട്ട് നമ്മൾ വയറിൽ വിളങ്ങാൻ വേണ്ടി ഇടാൻ തുടങ്ങിയാൽ ആ ഇരിക്കുന്ന 4 ആളെങ്കിലും പറയും ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല മുണങ്ങിട്ട് വരിക. അപ്പൊ മനസ്സിലാവണ്ട പറഞ്ഞത്. അപ്പൊ അതില്ലാതിരിക്കണമെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. നേരെ മറിച്ച് മറ്റൊരു പ്രശ്നമില്ല. ഒരു കാര്യം നല്ലതാണെങ്കിൽ അതിന്റെ നിലനിൽപ്പിൽ വളരെ ഗൗരവമായി ആലോചിക്കണം. ഇന്ന് ഹാപ്പിളായ നിങ്ങൾ മക്കൾക്ക് ഇത്ര പോന്ന മൊബൈൽ വാങ്ങിക്കൊടുക്കും. എന്താ അവർക്ക് രാവും പകലും പണി? എന്താ നമ്മളെ അഭിനവ ഹാഫിളെ പണി എന്താ? എന്താ ഹാഫിളെ പണി? ഖുർആൻ മനപ്പാടല്ല. അങ്ങോട്ട് മെസ്സേജ് അയച്ച് ഇങ്ങോട്ട് മറ്റേതയച്ച്. മനസ്സിലായില്ല? 5 ജുസെങ്കിലും ഒരു ദിവസം ഓതിയാൽ ഒരായത്തിലൂടെ അപ്പം പോവാ. പറ, ഒരു മാസത്തിൽ പറ 5 വട്ടം. ബാപ്പമാര് പഠിക്കാൻ പറഞ്ഞേക്കുമ്പോ തന്നെ ബാപ്പ എത്ര മൊബൈൽ കൊടുത്തേക്കും. ഇവൻ ആരാ? ഹാഫിദുൽ ഖുർആനാ. ഇവന് തോന്നിയാസത്തിൽ കാണാൻ പാടില്ല. ഇതിൽ തോന്നിയാസല്ലാതെ ഒന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? പറ, ശരിയല്ലേ? നിങ്ങൾ ആലോചിക്ക്. സാധാരണക്കാരന്റെ ജീവിതമല്ല ഹാഫിളിന്റെ ജീവിതം. ഇപ്പൊ റഹ്മത്തുള്ളാഹി ഖാസിമിയാണ് നല്ല കുപ്പായിട്ട് അങ്ങനെയൊക്കെ നടക്കുന്നതൊക്കെ നല്ലതാ. പക്ഷേ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിന് അറിയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരാളുടെ മസ്ഊലിയത്ത് മഹത്വപ്പെട്ട സ്ഥാനം അനുസരിച്ച് അയാളിലെ മസ്ഊലിയത്ത് അധികരിക്കും. ഞാൻ ദർസിൽ പഠിക്കുന്ന കാലത്ത് ദർസിൽ പഠിക്കുന്ന 1-2 കുട്ടികൾ ഉസ്താദ് അറിയാതെ തൊട്ടടുത്ത ടൗണിലേക്ക് സിനിമക്ക് പോയി. കുട്ടികളല്ലേ, സ്വാഭാവികമായൊക്കെ പോവുമല്ലോ. അങ്ങനെ ഉസ്താദൊന്നും അറിയാതെ, ഉസ്താദ് ഇല്ലാത്തൊരു ദിവസം 2 കുട്ടികൾ സിനിമക്ക് പോയി. അങ്ങനെ ആ മഹല്ലുകാരായ 2-3 ചെറുപ്പക്കാരും ആ സിനിമക്ക് പോയിരുന്നു. ഇവരിങ്ങനെ സിനിമകളിൽ ഇരിക്കുന്ന നേരത്ത് 2-3 സൊഫ് മുന്നിൽ ഇങ്ങനെ, അത് നമ്മളെ മുസ്ലിയാണല്ലോ എന്ന് ഇങ്ങനെ ഇവർക്ക് തോന്നിയിത്രേ. അപ്പോൾ പിന്നെ അവരെ ശ്രദ്ധ സിനിമയിലായില്ല. മനസ്സിലായില്ല? ഇവരെ ശ്രദ്ധ പിന്നെ മുഴുവൻ എന്തിലായി? മുസ്ലിയായി. തിരിഞ്ഞും ചാഞ്ഞും പോയി. അതിനിടയിൽ ആരോ എണീറ്റ് പോയി നോക്കി, മുസ്ലിയാരിറ്റി തന്നെ കയ്യോടെ പിടിച്ച്
കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ഉസ്താദ് വന്നപ്പോൾ ഹാജരാക്കി. ഉസ്താദ് ഒന്നും പറഞ്ഞില്ല, പെട്ടിയെടുത്തോ പോയിക്കോ, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അവർക്ക് പറഞ്ഞത് മനസ്സിലായോ? എനിക്കത് ഓർമ്മയുണ്ട്. സത്യത്തിൽ ഇവര് പോയത് എന്തിനാ? എന്താണ് ഈ മനുഷ്യന്മാര്, ഈ ചെറുപ്പക്കാര് പോയത് എന്തിനാ? സിനിമ കാണാന്. ഇവര് പോയതും എന്തിനല്ലേ? ഇവര് പോയതും എന്തിനല്ലേ? സിനിമ കാണാനാണെങ്കിലും അവരെ നമ്മൾ ബഹുമാനിക്കണം. എന്താണ് ആ ബഹുമാനത്തിന്റെ അടിസ്ഥാനം? അവർക്കൊരു ധാരണ ഉണ്ട്. എന്താ ധാരണ? നമ്മളെ മോശമായാലും നമ്മളെ മുന്നിലുള്ള ഒരു മോശമാകാൻ പാടില്ല. അതേതുപോലെ നമുക്ക് ദേഹത്ത് ചെളിയാവാം, പക്ഷേ കിണറ്റിൽ ചെളിയാവാൻ പാടില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നമുക്ക് ചെളിയാകാം. നമുക്ക് ചെളിയായാൽ എന്താ? നേരെ നമുക്ക് പന്തളിക്കാം, നടുപ്പാടത്ത് വീഴാം, ഒക്കെ ആവാം. പക്ഷേ വൈകുന്നേരം വന്നാൽ ഒരു 4 ബക്കറ്റ് വെള്ളം എടുത്ത് തലയിലൂടെ പറഞ്ഞാൽ ആ ചെളി പോയി. കിണറ്റിലും ചെളിയാണെങ്കിലോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സമൂഹത്തെ ശുദ്ധീകരിക്കേണ്ടവനാണ് പണ്ഡിതൻ, സമൂഹത്തെ ശുദ്ധീകരിക്കേണ്ടവനാണ് ഹാഫിദുൽ ഖുർആൻ. അവൻ ചടുല വികാരങ്ങൾക്ക് അടിമപ്പെടാൻ പാടില്ല. ജനം അവനെ വലിയവനായി കണക്കാക്കും. അവനിൽ ഒരു അബദ്ധം സംഭവിച്ചാൽ അതിനെ ജനങ്ങൾ നിസ്സാരമായ അബദ്ധമായി മനസ്സിലാക്കും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. മനസ്സിലായോ? എല്ലാവർക്കും ഇതിൽ സിനിമ കാണാൻ ഹാഫിദ് അല്ലാത്തവർക്ക് പറ്റുമോ? ഹാഫിദ് അല്ലാത്തവർക്കും സിനിമ കാണാൻ പറ്റൊന്നുമില്ല. പക്ഷേ ഹാഫിദ് കണ്ടാൽ അദാബിന്റെ ഇരട്ടിയിരിക്കും. കാരണം അവൻ സമൂഹത്തിന്റെ മുന്നിൽ കാണാൻ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.